ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? വെറുതെ വീട്ടിലിരിക്കുകയാണോ? ഔട്ടിംഗ് ഉണ്ട്, ചിലവ് കല്യാണമൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ടൈലറിങ് ക്ലാസ് ഉണ്ട്, പിന്നെ നമ്മൾ വിഷുവിന് വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ ചാവക്കാട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതൊക്കെ നല്ല വെയിലാണ് കേട്ടോ. ഞാനിത് ബോഗമില്ലക്കൊക്കെ വെയിലത്താണ് നനയ്ക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ നനച്ചൊക്കെ കഴിഞ്ഞു. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കണം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ കണ്ടോ, നല്ല രീതിയിൽ വളർന്നതാട്ടോ. പെട്ടെന്ന് എന്തോ വന്നിട്ട് ഇതിൻ്റെ തുമ്പൊക്കെ കണ്ടോ ഇങ്ങനെ പോയി. ഇപ്പോൾ ഒരു ചെറിയ പാട്ടൊക്കെ ഉണ്ടോ, നമ്മൾ പുറത്ത് കൊടുന്ന് വെച്ചേക്കാട്ടോ, കുറച്ച് എയർ കെട്ടിക്കോട്ടെ എന്ന് കരുതി. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറെ ചൈന ഡോൾന്നോ അങ്ങനെ എന്തോ ചെടിയുടെ പേര്. ഇത് ഭയങ്കര ബുഷായിട്ട് വളർന്നുണ്ടായിരുന്നു കേട്ടോ. പച്ചൻ കുറച്ച് വെട്ടി കളഞ്ഞതാണ്. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ ഈ ചെടി കണ്ടത് അടിപൊളിയായിട്ട് വളർന്നുകൊണ്ടിരുന്ന കേട്ടോ. ഇപ്പം എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ എന്തോ ബ്ലാങ്കായി പോയി. നമുക്ക് റെഡിയാക്കി എടുക്കണം. കുറേ പ്ലാന്റ്സൊക്കെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ മാത്രം വീഡിയോസ് വേറെ ഒരു കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. നമുക്ക് രാവിലെ കഴിക്കാൻ സ്പെഷ്യലായിട്ടുള്ളത് പുട്ടുണ്ട്, കൊള്ളി കറി ആട്ടോ. കൊള്ളിക്കറി ഞങ്ങളുടെ അവിടെ ഇടയ്ക്ക് വെക്കാറുണ്ട്, എല്ലായിടത്തും വെക്കാറുള്ള സാധനം തോന്നുന്നു. പിന്നെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളൂ. അപ്പോൾ വേഗം ഫുഡ് കഴിക്കട്ടെ. വൺസിനെ ബ്ലൂ മൂൺ മാത്രം കാണാൻ കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് മീൻ വറുക്കാനുണ്ട്, മീൻ മസാല ഉണ്ടാക്കാം. നിങ്ങൾ കഴിക്കും എനിക്ക് ഇത് മാത്രം പണിയുള്ളൂ. പക്ഷേ ഇന്ന് ഇതാട്ടോ ആദ്യമായിട്ട് പണി കിട്ടിയത്. നമ്മൾ അയിലാണ് മീനുള്ളത്. അപ്പോൾ ഇതൊന്നും ഇതിനുള്ള ആവശ്യമുള്ള കേട്ടോ. ഞാൻ എടുത്ത് വയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. നമുക്കപ്പോൾ മീൻ മസാല ഉണ്ടാക്കാം. അപ്പോൾ മീൻ മസാല ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടി ഇങ്ങനെ ഒരു ബൗളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലിനി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. പിന്നെ ഫിഷ് മസാല ഇടാം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി. അപ്പോൾ അത്രയാണ് ഇപ്പം ഞാൻ ഇതിലിടാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഇടാൻ പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടി ഇടാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് മേക്ക് ചെയ്യാം. അപ്പം ഇതാട്ടോ നമ്മുടെ ഈ ഒരു ഇത് അങ്ങോട്ടൊക്കെ മിക്സായി. ഇതിലാണ് നമ്മളെല്ലാം വേണ്ടി എടുത്ത് വെക്കാറുള്ളത്, നമ്മുടെ പൊടികളൊക്കെ. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആദ്യം തന്നെ മുളക് പൊടി ഇടാം, നമ്മുടെ ഇഷ്ടത്തിനാട്ടോ. അതൊക്കെ ഒരു കണക്കല്ലേ, അത് ഇത് തന്നെ. നെക്സ്റ്റ് കുരുമുളക് പൊടി. ഇത് നേരിട്ട് പാക്കാൻ വെച്ചതിൽ കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും കുറച്ച് ഗായ്സ്, ഇത് കുരുമുളക് പൊടിയല്ല, വേറെ എന്തോ സംഭവമാണ്. ഞാൻ കുരുമുളക് പൊടി പോയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. മാങ്ങാച്ചാറിൻ്റെ പാത്രത്തിൽ കുരുമുളക് പൊടി. അപ്പോൾ ഇത് ശരിക്കും കുരുമുളക് പൊടി കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കണക്കിന് അങ്ങോട്ട് ഇടാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാക്കാം. നമുക്ക് കുറച്ച് ഇടാം. എന്നാലും ഒത്തിരി ആയ കുരുമുളകിൻ്റെ കുത്തൽ ടേസ്റ്റ് വരും. അത് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇടുക. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫിഷ് മസാല. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് ഇതിൽ എന്തോ ഒരു ടേസ്റ്റ്, മണത്തിന് എന്തോ ഒരു ഇത് വന്നു, പൂപ്പൽ പിടിച്ച പോലെയായി. നമ്മളങ്ങനെ മീൻ വറുക്കാൻ അത് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാനിന്ന് ഇത് എന്തായാലും ഇരിക്കുകയല്ലേ, യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് കേടായിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തില്ല. നെക്സ്റ്റ് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. ദെൻ വി ക്യാൻ സ്ക്യൂസ് സം ലെമൺ. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ആ ഒരു കല്ലാണ്. അതും ജസ്റ്റ് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഇരിക്കി വയ്ക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തു. മിക്സ്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അമ്മ ഇതിൽ മീൻ തയ്ച്ചോ, അല്ല മീനിൽ മസാല തയ്ച്ചോ. ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കൈപ്പുണ്യം ഒരു 1.5 കൈപ്പുണ്യാണ്. അങ്ങനെ ഞാൻ തന്നെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതമ്മയ്ക്ക് കൊടുക്കാം. ഗായ്സ്, ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ ബോട്ടിൻ്റെ ഇയർബഡ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ നല്ല സാധനം ഇട്ടുകൊണ്ടാണ് ഈ വണ്ടിയിൽ തുന്നി എടുക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കും. എനിക്കിങ്ങനെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാനായിരുന്നു ഇഷ്ടം. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പാട്ടൊക്കെ നല്ല രസത്തിൽ കേൾക്കാനുണ്ട്. പിന്നെ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന ഇയർബഡ്സ് നമ്മൾ സംസാരിക്കേണ്ട അപ്പത്തേക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. നോയിസ് ക്യാൻസലേഷൻ കുറവായിരുന്നു. ഇതിൽ നല്ലപോലെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മൾ പറയേണ്ട അപ്പത്തേക്ക് നമുക്ക് നന്നായി കേൾക്കാനുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ വാങ്ങിച്ചത് ഒരു 1300 റുപ്പീസിനാണ് കേട്ടോ. അച്ഛൻ വന്നു ഗൈസ്, അച്ഛൻ വന്നു. ചെടികളെ വീക്ഷിച്ചുകൊണ്ട് അച്ഛൻ വരുന്നു. ചെറുചൂട് വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ട് നമ്മുടെ കോട്ടൊക്കെ മുക്കി വെച്ച് അതിലെ കറ നന്നായി പോകുമെന്ന് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ കോട്ടിലാണ് വലിയ ചളി ഉണ്ടാവാറില്ല. ഈ ഒരു ഷോൾഡർ ഭാഗത്ത് മാത്രം കേട്ടോ കുറച്ച് ചളി ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞാൻ അത് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചീര കറി ഉണ്ടാക്കാൻ വേണ്ടി ചീര ഒന്ന് നന്നാക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മുകളിൽ തന്നെ ഉണ്ടായ ചീരയാണ്. കുറച്ച് ബാക്കി കടയിൽ നിന്ന് വാങ്ങിയതാണ് തോന്നുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നാക്കാം. അതിൽ കേടായത് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അമ്മ ഇത് കറി വയ്ക്കാനാണോ? കറി വയ്ക്കാനുള്ള ചീരകൾ. അങ്ങനെ ഞാനവിടെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നിട്ടോ, മേല് കഴുകി. നമുക്ക് കഴിക്കാനുള്ളത് ചോറും ചീരക്കറിയും പിന്നെ അയില വറുത്തതുണ്ട്, അതിൻ്റെ കൂടെ പനീനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് വേഗം ഡ്രസ്സ് മാറിയിട്ട് ഫുഡ് കഴിച്ചതിനപ്പോഴേക്കും അമ്മ നല്ല പഴുത്ത മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. മോളിൽ പോയിട്ട് ഞാൻ നേരത്തെ കഴുകിയിട്ട കോട്ടും ഒക്കെ വിരിച്ചിടാം കേട്ടോ. അത്യാവശ്യം നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അമ്മ ദാ വെയിലത്ത് നല്ല ഇരുമ്പാമ്പുളിയും പിന്നെ മാങ്ങ ഉപ്പിലിട്ടിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങ ഉപ്പിലിട്ടത് ഇങ്ങനെ ഉണക്കിയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേഗം ഡ്രസ്സ് മാറ്റിത്തരാം. അങ്ങനെ ഇതാ ഞാൻ ടൈലറിങ്ങിന് പോണ വഴിക്ക് അമ്മ ഇവിടെ ഒരു കിളിക്കൂട് കാണിച്ചു കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഒരു മാവിൻ്റെ ചില്ലയിലാണ് കിളി കൂട് വെച്ചിരിക്കുന്നത്. ഗൈസ്, ഞാൻ റെഡി ആയി ടൈലറിങ്ങിന് പോവുകയാണ്. നമ്മളിവിടുന്ന് ടൈലറിങ് കഴിഞ്ഞാൽ നേരെ ഡ്രസ്സ് എടുക്കാൻ പോവും. അപ്പം അമ്മ അങ്ങോട്ട് വരും. നോക്കും അച്ഛൻ രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഷൊർണൂർക്ക് തന്നെ പോകാട്ടോ. അപ്പം അച്ഛനെ ടൈലറിങ് അവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. ഇതാട്ടോ വർക്ക്യൂമെൻസ് ഹോസ്റ്റൽ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ടൈലറിങ് ക്ലാസ് ഉള്ളത്. ഒരു 4 മണി 4 ഇപ്പോൾ ടൈലറിങ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടന്നു കേട്ടോ. അനിയൻ വിളിക്കാൻ വന്നില്ല, അവനെ ഏതോ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കൊള്ളിയുടെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂട്ടി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചായയുടെ കൂടെ ഒരു കൊള്ളിക്കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടി ചായ കുടിച്ചു. ഇനി നമുക്ക് നേരെ ചാവക്കാടിക്ക് പോകാം കേട്ടോ. ഇവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് വരെ നടക്കണം. അങ്ങനെ ഞാൻ പോകാൻ റെഡിയായി. അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേഴ്സ് കണ്ടോ, അത് അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ തായ്ലൻഡോ അങ്ങനെ എവിടെ നിന്നോ കൊടുക്കുന്നതാണ്. അപ്പം അമ്മയ്ക്ക് കൊടുത്തത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ആനക്കുട്ടിക്ക് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയും കൂടി ബസ് സ്റ്റോപ്പ് വരെ നടക്കാമെന്ന് കരുതി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ കിട്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി ബസ് സ്റ്റോപ്പിൽ പോയിട്ടോ. എന്നിട്ട് നമ്മൾ ചാവക്കാടിക്കുള്ള ബസ്സാണ് കയറിയത്. കാലിക്കറ്റ് ബസ്സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയ്ക്കാട്ടോ നമ്മൾ പോകേണ്ട. ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെ കേട്ടു. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു ഷോപ്പിൽ പോകുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ആദ്യം സാരി വാങ്ങാമെന്ന് വിചാരിച്ച് കുറേ സാരികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഡെയിലി യൂസിന് പറ്റിയ സാരികളാട്ടോ അമ്മ നോക്കിയത്. ലാസ്റ്റ് അത് വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ അച്ഛനും അനിയനുള്ള ഷർട്ട് വാങ്ങാൻ കേട്ടോ. അത് അച്ഛനും ഈ ഒരു ഷർട്ടാണ് വാങ്ങിയത്, അനിയനും ഏകദേശം ഈ ഒരു സെയിം കളറുള്ള ഷർട്ട് തന്നെയാട്ടോ വാങ്ങിയത്. പിന്നെ അമ്മ കുറേ കുർത്തകൾ നോക്കി. ലാസ്റ്റ് അമ്മ അതാ ഈ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് അത് കൊട്ടയിലൊക്കെ എടുത്തിട്ടു. അപ്പോഴാട്ടോ അമ്മ വേറെ ഡ്രസ്സ് കണ്ടത്. അങ്ങനെ അതെടുത്ത് വീണ്ടും കൊട്ടയിലിട്ട് ഇത് തിരിച്ച് അവിടെ തന്നെ വെച്ചു കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് അമ്മ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മ ഇതെല്ലാം വാങ്ങിയത് ഗൈസ്. വേറൊരു ചുരിദാർ സെറ്റ് കണ്ടപ്പോൾ അമ്മ ഈ ഡ്രസ്സിനും തേച്ചു. അങ്ങനെ അമ്മ അതാണ് വാങ്ങിയത്. പിന്നെ വെസ്റ്റേൺ വെയേഴ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ കുറേ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അതിൽ ഏത് വാങ്ങുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ അമ്മ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ലാസ്റ്റ് ആ ചുരിദാർ സെറ്റ് തന്നെയാണ് വാങ്ങിയത്. ഞാൻ ഈ 2 ഡ്രസ്സ് ഇട്ട് നോക്കിട്ടോ. ഞാൻ ഈ ഒരു കിളിപ്പച്ച കളർ ഡ്രസ്സാണ് വാങ്ങിയത്. എനിക്ക് എന്തത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാ കൊല്ലവും ട്രഡീഷണൽ വെയേഴ്സ് അല്ല വാങ്ങുക. ഈ കൊല്ലം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഓൾറെഡി ഒരു ട്രഡീഷണൽ വെയർ ഇരിക്കുന്നുണ്ട് കേട്ടോ പോയിട്ട്. അപ്പോൾ ഞാൻ വിഷുവിന് അത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയുള്ള കൂടേന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല റിവ്യൂസ് ആട്ടോ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേൾക്കാറുള്ളത്. ഇവിടെ ഒരു കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പെരുന്നാളിൻ്റെ സമയത്ത് 12 മണി തൊട്ടിട്ട് തുടങ്ങുന്ന ഒരു ബിരിയാണി ആയിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറഞ്ഞു കേട്ടത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും വാങ്ങിയത് നൂൽ പൊറോട്ടയും പിന്നെ പോത്തിറച്ചി പൊരിച്ചത്. അവർ പറഞ്ഞത് BDF ആണെന്നാണ്. അങ്ങനെ അത് കഴിച്ചു. ഒരു ഗ്രേവി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ഞാൻ കുറച്ച് പൊറോട്ട എടുത്തിട്ടുണ്ട്, ഗ്രേവിയിൽ മുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ BDFൻ്റെ കഷ്ണങ്ങളെ ചെറുതായിട്ടൊന്ന് കടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പൊറോട്ടയും ഗ്രേവിയും കൂട്ടൊന്ന് കഴിച്ച് നോക്കാം. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂൽ പൊറോട്ടയായിരുന്നു കേട്ടോ. പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിച്ചതൊരു ഫിസ്സാട്ടോ, ഗ്രീൻ ആപ്പിളിൻ്റെ ഫിസ്സും. അമ്മ പിന്നെ എന്തോ ഐസ് ടീ, ലെമൺ ഐസ് ടീ അങ്ങോട്ട് വാങ്ങിയത്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ രാത്രി കിടക്കാൻ സമയമായി കേട്ടോ. ഭയങ്കര മഴയാണ് കേട്ടോ. നമുക്ക് കണ്ടില്ലേ, ഇടിവെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പോയി കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.